സോ ദിസ് ഇസ് എ വെരി സ്പെഷ്യൽ ഡേ. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു മസ്റ്റ് ഡു ഇറ്റ്. അതിന് ഒരു ഉദാഹരണമാണ് എനിക്കിപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. ഞാനിപ്പോൾ ഒരു വീസ കളക്ട് ചെയ്ത് വരികയാണ്. നമ്മൾ കുറ്റിയാടി ബ്ലൂ ഡാർട്ടിൽ നിന്ന് വീസ കളക്ട് ചെയ്ത് വരികയാണ്. സോ ഐ ഹാവ് എ ഗസ്റ്റ് ടുഡേ വിത്ത് മീ. ഗസ്റ്റ് ഒന്നുമല്ല, നമ്മുടെ സ്വന്തം ആളാണ്. സോ സർ, how do you feel? ഒരിക്കലും വാക്കുകൾക്ക് അപ്പുറമാണ് ഈ ഒരു നിമിഷം. കാരണം ചെറിയ കാലം മുതലേ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റികൾ, അതുപോലെ ഇംഗ്ലീഷ് സാഹിത്യം, സ്പോർട്സ്, ഗെയിംസ്, ഇതൊക്കെ വളരെ നല്ല രീതിയിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന രാജ്യമെന്ന് ഇംഗ്ലണ്ടിലെത്തുക എന്നുള്ളത് ആ ചെറിയ കാലത്തെ സ്വപ്നം ഇന്ന് ഈ ഒരു നിമിഷം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി അമീർ മഹഫിലിൻ്റെ കൂടെ പൂവണിയുകയാണ്. ആ നിമിഷം വാക്കുകൾ ബിയോണ്ട് ദ വേർഡ്സ് വാക്കുകൾക്ക് നമ്മൾ കുറേ ആയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. അതെ, കുറേ കാലമായിട്ട് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലായിരുന്നു. വ്യത്യസ്ത ടെസ്റ്റുകളും അതിൻ്റെതായ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് എന്തായാലും അവസാനം ആ ഒരു മനോഹരമായ നിമിഷം പൂവണിഞ്ഞിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം, ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങൾ. പിന്നെ എങ്ങനെയായിരുന്നു ഈ ഒരു സ്റ്റാർട്ടിങ് ഇതിൽ എത്തിപ്പെട്ടതിലേക്ക്? നമ്മൾ ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ കിട്ടുമോ കിട്ടൂല എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെങ്ങനെ തരണം ചെയ്ത് നിങ്ങൾ? അതെ, പൂർണ്ണമായിട്ടും പല തടസ്സങ്ങളും ഉണ്ടായിരുന്നു. ആ തടസ്സങ്ങളൊക്കെ ഓരോന്നോരോന്നായി മറികടക്കുകയായിരുന്നു. നല്ല ഹാർഡ് വർക്ക്, അതുപോലെ പെർസിവറൻസ്, സ്ഥിരോത്സാഹം, ഇതിലൂടെയാണ് ഇതിനെ മറികടക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ IELTS ആണെങ്കിലും മറ്റേത് ഒരു വാശിയോടുകൂടി സാറ് വീണ്ടും ചെയ്തതാണ്. ഞാനതാ പറഞ്ഞത്, വെറും ഒരു നോർമൽ അല്ല, ഇത്രയും എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്? ലൈക്ക് 29 years of service. Then he is going to study and with 3 ലക്ഷം സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സോ 29 years വർക്ക് ചെയ്തിട്ട് റിട്ടയർ ആകാൻ പോകുന്ന ഒരു സാറാണ് നമുക്ക് മാസ്റ്റേഴ്സിന് വേണ്ടി UK പോകുന്നത്. സോ ദാറ്റ്സ് എ ഡിഫറൻസ്. നമ്മളെല്ലാവരും ഒതുങ്ങിക്കൂടും അല്ലെങ്കിൽ ഒരു സമയം അങ്ങനത്തെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ സാറ് എന്നോട് അന്ന് വന്ന് പറഞ്ഞപ്പോൾ ഐ ഹാഡ് നോ ക്ലൂ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലൈക്ക് അഡ്മിഷൻ കിട്ടുമെന്നുള്ള എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഗ്രേറ്റ് ടീം, നമ്മളെ ടീമൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ ഇറ്റ്സ് പോസിബിൾ എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളിന്ന് ഒരുങ്ങിയത്. ആൻഡ് ദാറ്റ്സ് ഹൗ വി ആർ ഹിയർ ആൻഡ് ഐ എം റിയലി ഹാപ്പി ഫോർ യു. ഈ ഒരു നിമിഷം, ഇന്നത്തെ ദിവസത്തിന് വേണ്ടി നമ്മൾ ഒരുപാടായി വെയിറ്റ് ചെയ്തു. ലൈക്ക് ഒരുപാട് മാസങ്ങളായില്ലേ? അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ കളക്ട് ചെയ്ത്. ഭയങ്കര രസമാണ്. നമ്മളിങ്ങനെ ചായ കുടിക്കാൻ പോകുന്നതാണ്. പ്രകൃതി നമ്മളെ കൂടെ നല്ല വെതറൊക്കെയാണ്. ക്യാൻ സീ ഹിയർ. സോ യാ, അങ്ങനെയാണല്ലേ. അതാണ് സാറിന്റെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ പ്രപഞ്ചം മൊത്തം നമ്മുടെ കൂടെ നിൽക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് എൻ്റെ ഈ ഒരു അനുഭവം.